ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഈ നല്ല ചൂട് കാലം കഴിഞ്ഞ് അതിലും നല്ലൊരു തണുപ്പ് കാലം കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈകളിലേക്ക് പല നാട്ടിൽ നിന്നും പല തരത്തിലുള്ള സുഗന്ധമുള്ളതും സുഗന്ധമില്ലാത്തതുമായിട്ടുള്ള ആരെയും ആകർഷിക്കുന്ന ഒരുപാട് ചെടികൾ നമ്മുടെ കൈകളിലേക്ക് കിട്ടും. അപ്പോൾ പലരും പല പല ഭാഗങ്ങളിൽ നിന്നാണ് പ്ലാന്റ്സ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നല്ല ജമന്തികളാണ് കേട്ടോ. കഴിഞ്ഞ വർഷവും നമ്മൾ ഈ ഒരു സമയത്ത് നല്ല രീതിയിൽ സെയിൽ നടന്നിരുന്ന ഒരു പ്ലാന്റാണിത്. അതുപോലെ നമ്മുടെ പല പഴയ കസ്റ്റമേഴ്സും അവരുടെ കൈകളിൽ നമ്മുടെ പഴയ ചെടികളുള്ളതിൻ്റെ പൂക്കളുള്ളതും അതിൽ നിന്നും അവർ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുത്തതുപരമായിട്ടുള്ള ഒരുപാട് വീഡിയോസും ഫോട്ടോസും നമുക്ക് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ നാടൻ വെറൈറ്റീസിൽ വരുന്ന ജമന്തികളാണ്. ഈ നാടൻ വെറൈറ്റീസ് എന്ന് പറയുമ്പോൾ നല്ല സുഗന്ധമായിരിക്കും കേട്ടോ. പിന്നെ ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് കളറുകളുണ്ട്. പിന്നെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് പടർന്നു പോകുന്ന ഒരു ചെടിയല്ല ഇത്. നമുക്കിങ്ങനെ സാധാരണ ചട്ടിയിലൊക്കെ നമ്മൾ മറ്റ് ചെടികളൊക്കെ വെക്കുന്ന പോലെ വെച്ചെടുക്കാൻ പറ്റുന്ന ചെടികളാണ് കേട്ടോ. ഈ ഒരു സമയം വന്നിട്ടുണ്ടെങ്കിൽ പലരും ജമന്തികളെല്ലാം തീരെ കുഞ്ഞു തൈകളൊക്കെ കോംബോ ഒക്കെ ആയിട്ട് ഒരുപാട് പ്ലാന്റ്സ് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ തീരെ കുഞ്ഞു ചെടികളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നില്ല കേട്ടോ. കാരണം അത് ഒത്തിരി റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ നല്ല രീതിയിലൊക്കെ അത് അയച്ചു കൊടുക്കുമെങ്കിലും പിന്നെ അത് കസ്റ്റമർക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ചെടികളാണ് നമ്മൾ അയച്ചു തരുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന വെള്ളയും മഞ്ഞയൊക്കെ കൂടിയ കളറുകളോട് കൂടിയിട്ടാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് കട്ട് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ബുഷിയായിട്ട് വന്ന് നിന്ന് നിറയെ നമുക്ക് പൂക്കൾ തരും കേട്ടോ. കുറച്ച് ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ ഒരു കാലത്തും പോവാതെ നമ്മുടെ കൈകളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. കൂടാതെ ഇത് നമുക്ക് കട്ടിങ്സ് എടുത്തിട്ട് വളരെ എളുപ്പത്തിൽ കുറച്ച് കറ്റാർവാഴയുടെ ജെല്ലൊക്കെ ഉപയോഗിച്ചിട്ട് പുതിയ പുതിയ ചെടികൾ ഒരുപാട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. ഇതൊക്കെ ഇത്തിരി വെറൈറ്റി ആയിട്ട് കാണുന്ന ജമന്തിയുടെ പൂക്കളാണ് കേട്ടോ. ഓണത്തിനെല്ലാം പൂക്കൾ വരുമ്പോൾ നമ്മളെല്ലാവരും ചിന്തിക്കില്ലേ, അതുപോലത്തെയുള്ള പൂക്കളൊക്കെ നമ്മുടെ നാടുകളിലുണ്ടോ എന്നുള്ളത്. ഒക്കെ ഉണ്ട്. ഇത് പുറം നാടുകളിൽ നിന്നും വരുന്ന ഒരുപാട് വെറൈറ്റീസാണ്. നമ്മുടെ പ്ലാന്റ്സ് മെയിനായിട്ട് വരുന്നത് ബാംഗ്ലൂർ, പൂനെ ഭാഗങ്ങളിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ അവിടെ കിട്ടുന്ന മാക്സിമം ഒട്ടുമിക്ക എല്ലാ വെറൈറ്റീസും നമ്മളിവിടെ കൊണ്ടുവരുന്നുണ്ട് സെയിലിനായിട്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഇത്തവണ നമ്മൾ ചെയ്യുന്നത് റോസാണ് കേട്ടോ. റോസ് എല്ലാ തവണയും ചെയ്യുന്നത് പോലെ തന്നെ അതിലും കുറച്ചുകൂടി ഗ്രാൻഡായിട്ടാണ് റോസ് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ സെയിലിനകത്ത് റോസ് വളരെ കുറവായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു നമുക്ക് റോസ് വേണം എന്ന് പറഞ്ഞു തന്നപ്പോൾ റോസാണ് കൂടുതലായിട്ടും. അതിൻ്റെ ഭാഗങ്ങളായിട്ട് ബാക്കി ചെടികളെല്ലാം ഉണ്ട് കേട്ടോ. ഇനി ഇത്രയും പൊക്കത്തിൽ പോകണ്ട, ഞങ്ങൾക്ക് ഇത്തിരി ബുഷിയായിട്ട് ചട്ടി കാണാത്ത രീതിയിൽ നിൽക്കുന്ന ജമന്തി ചെടി മതി എന്നുണ്ടെങ്കിൽ ഇതാ ആരെയും ആകർഷിക്കും കേട്ടോ. അപ്പോൾ ഇത് ബൊക്കെ പോലെയാണ്. നമ്മൾ മുന്നത്തെ വീഡിയോകളിലെല്ലാം പറഞ്ഞ പോലെ നമുക്കിത് ഗിഫ്റ്റൊക്കെ ആയിട്ട് ഒരാൾക്ക് കൊടുക്കാനായിട്ട് കഴിയും. ഇതിനടിയിൽ ചട്ടി ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല കേട്ടോ. അതുപോലെയാണ് ഒരുപാട് പൂക്കൾ ഇങ്ങനെ അതിനകത്ത് പൂക്കളും പൂമുട്ടകളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നാടൻ പ്ലാന്റിന് വില വരുന്നത് 90 രൂപയും ഇത് നമ്മുടെ ഹൈബ്രിഡിനാണ്. നമ്മുടെ ഉദ്യാനങ്ങളെ മനോഹരമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് പലരും ഓരോ ദിവസം ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് ഇതുപോലെയുള്ള ചെടികളെല്ലാം വെച്ച് പിടിപ്പിക്കാനായിട്ട് കഴിയും. ഒരു ചെറിയ ശ്രദ്ധ നമ്മൾ അവർക്ക് കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഒരാളും നശിച്ചു പോവാതെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ കാണുന്നതെല്ലാം നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിരിക്കുന്ന ചെടികളാണ്. ജമന്തികളുടെ മാത്രം ഒരു സെക്ഷനാണ് കേട്ടോ ഈ കാണുന്നത്. 3-4 റോകളായിട്ടാണ് നമ്മളിങ്ങനെ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.